പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ നന്ദൂസിൻ്റെയും മാളുവിൻ്റെയും ഇപ്പം അവധിക്കാലമല്ലേ, അപ്പം അവർ രണ്ടുപേരും അവധിക്ക് എന്തെല്ലാം കാണിക്കുന്നു, അവരുടെ കുറച്ച് സമയമാണ്. അതിൻ്റെ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ടോ താഴെ വീഴാതിരിക്കാൻ വേണ്ടി താഴെ ഇറങ്ങാൻ പറഞ്ഞു. അതിൻ്റെ തന്നെ അവൻ്റെ കലിപ്പ് നന്ദൂസിൻ്റെ. പിന്നെ നമ്മുടെ മാളുക്കുട്ടിയാണെങ്കിൽ അവിടെ എന്തൊക്കെയോ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ അവളുടെ കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ ഞാൻ ഇവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അമ്മയും കൂടെ എൻ്റെ പുറകിന് വന്നു. അങ്ങനെ അമ്മയും ഞാനും ഒക്കെ കൂടെ. അപ്പം നമുക്ക് കാന്താരിക്കുട്ടിയെ കാണാം. അതെന്തോ എന്ത് ഫേസ് വാഷാണോ, പ്രൊമോഷൻ വീഡിയോ ആണോ, എന്തോ ഇതിൻ്റെയോ? അത് ഇതായിരിക്കും, മേക്കപ്പിൻ്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്യാം. അത് കീ ചെയിൻ അല്ല, ഞാൻ ആദ്യം ചെയ്തിട്ട് ഒന്നുമില്ല. ഞാൻ അവിടെ വിളമ്പിക്കൊണ്ടിരിക്കാത്തതോ എന്തോ വിളമ്പിക്കോളും. കിളി ഇങ്ങനെ കൊത്തി വീണോളും. പുറോട്ട് പോവല്ലേ, വീഴും. അത് ഇതാടാ ഫേസ് വാഷാടാ കലക്കി വെച്ചു. അയ്യോ, അത് എക്സ്പയർ കഴിഞ്ഞ് അമ്മായി എടുത്ത് കളിക്കാൻ കൊടുത്തേക്കുന്ന. നീ അതൊന്നും എടുത്ത് മുഖത്ത് വെക്കല്ലേ. നവരസങ്ങൾ വിരിയുക മാളുവിന്റെ മുഖത്ത്. എടാ, അത് കിളിക്ക് വിളമ്പി വെക്കുവോ? സെർലാക്ക്, കിളിക്കുഞ്ഞിനുള്ള സെർലാക്കാണോ? റിട്ടേൺ ചെയ്തില്ല അമ്മ. എന്താ പറയാ, അത് മുഖത്ത് വയ്ക്കാനുള്ളതാ, കാക്കയ്ക്ക് കൊടുക്കാൻ. എന്തോ ക്രീം, എന്താ എക്സ്പയറി ആയ ക്രീം എങ്ങാണ്ട് ആദ്യം ഒഴിച്ചിട്ട് വെള്ളവും ഒഴിച്ച് വെള്ളം പിന്നെ നീങ്ങിക്കടാ, നിന്റെ കയ്യിലൊക്കെ പറ്റും. ഫ്രൂട്ട് ഫേഷ്യലാ, ഫ്രൂട്ട്സ് അല്ലേ, പൗഡറാ. ഇതിനകത്തൊന്ന് പറയാവോ എന്തൊക്കെയാണെന്ന്? അതെന്തൊക്കെയാ സാധനങ്ങൾ, എന്തൊക്കെയാ സാധനങ്ങളെന്നൊന്ന് പറയാവോ? ഇത് ഏത് കമ്പനിയുടെ? മാളവികയുടെ ആണോ? ആ, അതാ ചോദിച്ചേ. വെയിലടിക്കാതിരിക്കാൻ ആണ്. ഇത് കണ്ടോണ്ടിരുന്നോണം കേട്ടോ. ഇത് നന്ദുവിന് ഉപയോഗിക്കാൻ കൊള്ളാവോ? ഇല്ല അല്ലേ? കൊള്ളാവോ?
ക്രീമിന്റെ അടുത്തുനിന്ന് നീങ്ങിയിരിക്കാൻ. ക്രീം നീക്കി വെച്ചാ പോരെ, പ്രശ്നം തീർന്നല്ലോ. പ്രശ്നം അതിനല്ല വേണ്ടത്. ഹായ്, ഉറക്കപ്പീറ്റിയിരിക്കുന്ന ഒരു ചെറുക്കൻ പൗഡർ എടുത്ത് കമത്തുക. മാറിയിക്കടാ, നിന്റെ മേത്ത് പൗഡർ വീഴും. അവള് സ്നേഹം കൊണ്ടല്ലയോ പറയുന്നേ. എവിടുന്ന് കിട്ടുന്ന ഡയലോഗ് സൈഡിലോട്ടെടുത്ത് ക്രീമൊക്കെ ദൈവമേ, ദേ ക്രീമൊക്കെ അതിനകത്ത്. എന്തോ ക്രീമോ എന്തോ അത് പഴയതാ. ഓയിൽമെന്റോ? ആ കുറേശ്ശെ വീഴുന്നുണ്ട്, ധാരാളം വീഴുന്നുണ്ട്, കുറേശ്ശെ അല്ല. നന്ദിച്ചേട്ടൻ ഇതൊക്കെ കണ്ടു പഠിച്ചു വെച്ചോ ഇല്ലേ? പോയില്ലേ മറ്റെടുത്തിട്ടു. അല്ല, അത് പൊടിയാ. അത് വീണു. ആ ഇതിനകത്ത് വീണു. ആ ഓയിൽമെന്റ് വെള്ളത്തിനകത്ത് കലക്കണം. അയ്യോ, ദേണ്ട തല വേർത്തിരിക്കുന്നു. എന്റെ ദൈവമേ, ഫാനിന്റെ കീഴിൽ പോയിരിക്കും. മതി ഇവിടുത്തെ കളി. വിയർത്തുതേ ഒഴുകുന്നു. അയ്യോ, പനി പിടിക്കും. അയ്യോ, ഉടുപ്പൊക്കെ നനഞ്ഞൊട്ടി. ചെല്ലു, കുഞ്ഞകത്ത് പോയി ഫാനിന്റെ കീഴിൽ ഇരിക്കും. വിയർത്തു. Guys, no subtitle for this language. അടങ്ങിയിരിക്കുക. അത് കളയാതെ അവള് ക്ലിക്ക് വിളമ്പി വെക്കുക. എന്തൊക്കെയാണോ എന്തോ. ചിലപ്പോൾ പറയും സെർലാക്കാണെന്ന്, ചിലപ്പോൾ പറയും ക്രീമാണെന്ന്. ദേ തല വിയർക്കുന്നു. മതി മാളു ഫാനിന്റെ കീഴിൽ പോയിരിക്കേ. അടങ്ങിയിരിക്കൂ നന്ദൂസേ. അവൾക്ക് തന്നെ അറിഞ്ഞൂടാ. കഴിഞ്ഞോ? അയ്യോ, കഴിഞ്ഞോ? ഇനി എന്തോ ചെയ്യാൻ പോവാ? വെള്ളം വെച്ച് മിക്സ് ചെയ്ത് ക്രീമാക്കി എന്തോ നെയ്യോ? വാടാ വാ. വേണ്ടേ ഒരുത്ത മേളിൽ കയറുന്ന കണ്ടോ? ദൈവമേ, ഇടാ താഴെ ഇറങ്ങാൻ. അതിന്റെ മണ്ടക്കെങ്ങാനും കയറി ഉരുണ്ട് പിടിച്ച് താഴെ വീണ് കയ്യോ കാലോ ഓടിക്കല്ലെന്ന്. അയ്യോ, അവധിയായ പിന്നെ ഇതാ അതിന്റെ മണ്ട കയറുക, താഴെ ഇറങ്ങുക. പിന്നെ വേർക്കത്തില്ലേ ഈ ചൂടത്ത് കിടന്നോണ്ട് വേരത്ത് കിടന്നോണ്ട് കളിച്ചു കഴിഞ്ഞാല് പനി പിടിക്കത്തില്ലേ? അത് ഫോൺ കളിച്ചു കഴിഞ്ഞാ കണ്ണ് കിടാവുന്നുണ്ട്. ടി വി കാണണ്ട, ടി വി ഇടുന്നുണ്ടോണം. ഇപ്പൊ ഇതിന്റെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ കാലൊടിയത്തില്ലേ താഴെ വീണ? കളിച്ചാ പറയും വേർക്കും പനി പിടിക്കും, ഉരുണ്ട് വീഴും, കയ്യും കാലോടിയും. എന്തോ ചെയ്യാനാ? ഞാൻ ഇപ്പൊ കേറിയെന്ന് കുഴപ്പം, കയ്യും കാലും ഒന്നും ഓടിയതില്ല. ഇങ്ങോട്ട് താഴെ ഇറങ്ങിയാൽ
സമയമാ. അല്ല വീട്ടിൽ ഒതയും കൂടിയിരിക്കാനുള്ള സമയമല്ല. നീ ഇങ്ങനെ കയറും. എൻ്റെ ദൈവമേ, പാവം ചെറുക്കൻ്റെ ഒരവസ്ഥ ഉണ്ടാവും ഗൈസ്. ഇപ്പം ഇതാ ഇവിടുത്തെ അവസ്ഥ കേട്ടോ. കണ്ടോ, മൊബൈൽ ശകലം നേരം കണ്ടാൽ പറയുമെന്ന് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുവാണെന്ന് അല്ലേടാ. ഉള്ള കാര്യമല്ലേ ഗൈസ്, നിങ്ങൾ കമന്റ് ഇടണം. കണ്ടോ ഗൈസ്, പാവം അവനകത്തിരുന്നേ കുറേ നേരം മൊബൈൽ കണ്ടപ്പോൾ അമ്മ കുറേ വഴക്ക് പറഞ്ഞ് ഇങ്ങോട്ട് ഓടിച്ചു വന്നു. കുറച്ച് നേരം, അതെ 5 മിനിറ്റ് ഫോൺ എടുക്കുമ്പോഴത്തേക്ക് പറയും അയ്യോ ഫോൺ എടുത്തന്നെ. ഞാനിതുമല്ലോ അറിയുന്നോ, ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മോളിൽ കയറിയിരിക്കുന്നു, താഴെ വീഴുമല്ലോ. അവനാകെ അമ്മ പിന്നെ കണ്ട ഈ വീഡിയോ കണ്ടോണ്ട് വരും എല്ലാവരും എന്താ ഓരോ ഗെയിമും കളിച്ചോണ്ട് ഹോസ്പിറ്റലായെന്ന് പറയത്തില്ല, അതും കണ്ടോണ്ട് അയ്യോ ഫോൺ കാണണ്ട, അയ്യോ ഹോസ്പിറ്റലിൽ കിടക്കും എന്നും പറഞ്ഞോണ്ട്. അങ്ങനെ അവനെ അമ്മ മൊബൈൽ കണ്ടതിന് ഓടിച്ചു വിട്ടാൽ ഇവിടെ വന്ന് മരത്തിൽ കയറി കളിക്കാൻ വന്നാ. ഞാനിതുമല്ലോ പറഞ്ഞോ, ഞാനിവിടെ വന്ന് അവൻ മരത്തിൽ കയറുന്ന കണ്ടോണ്ട് പറഞ്ഞു എടാ മരത്തിൽ കയറല്ലേ താഴെ ഇറങ്ങുമെന്ന് പറഞ്ഞേനാ. ഇവിടെ കണ്ടില്ലേ അവൻ്റെ. ഇപ്പോൾ ആശാൻ ശാന്തനായി. നീ വെള്ളമൊക്കെ ആയിട്ടാണോ വന്നേ? അയ്യോടാ, എന്തോ ചെയ്യാനാ, ഇനി എങ്ങനെയെങ്കിലും 1.5 മാസം കൂടെ കഴിച്ചു കൂട്ടണം അല്ലേ. 1 മാസം കൂടെ ഉള്ളടാ ഇനി മെയ് മാസം മാത്രമേ ഉള്ളൂ. അയ്യോ, മെയ്യിൽ അവന് ട്യൂഷനും തുടങ്ങുമെന്ന്. കഷ്ടം പിള്ളേരുടെ ഓരോ അവസ്ഥകളെ അല്ലേ. നോക്കി അയ്യോ. അങ്ങനെ നന്ദൂസിൻ്റെ അയ്യോ എന്നെ തള്ളിയിടുമോ എന്തോ ദൈവമേ. കണ്ടോ ചെറുക്കൻ്റെ ഓരോ പരിപാടികൾ. ശാന്തനായ നന്ദൂസ്. ഞാൻ വീഡിയോ എടുക്കുവാന്ന് അറിയാതെ അവൻ കിടന്ന് ചാടിത്തുള്ളി. പിന്നെ വീഡിയോ എടുക്കുവാന്ന് കണ്ടിട്ട് പിന്നെ ഇനിയിപ്പം എന്തായാലും വഴക്കുണ്ടാക്കുന്നത് മാറ്റി വയ്ക്കാൻ പറ്റുമോ? എല്ലാം കഴിഞ്ഞതേ ഇപ്പം ശാന്തനായി. നീ എന്താടാ അമ്മയോട് വഴക്കുണ്ടാക്കിയിട്ടായിരുന്നോ ഇങ്ങോട്ട് വന്നേ? ഫോൺ കണ്ടോണ്ടിരുന്നു. ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് വാ നമുക്ക് പോകാം, പോയി വീഡിയോ എടുക്കാന്ന്. അപ്പം നീ പറഞ്ഞ ഒരു മൂഡില്ലെന്ന്. കഷ്ടം പാവം നന്ദൂസ്. ചേട്ടന്മാരുടെ കൂടെ എന്നാ ഇരിക്കാന്ന് വിചാരിച്ചപ്പോൾ അതും കുഴപ്പമായി അല്ലേ. അവരെന്തോ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നടാ. പക്ഷെ വീഡിയോ എടുക്കുന്നതിനൊക്കെ മുമ്പാ, സൗരഭരണം വരുന്നതിന് മുമ്പാ. ഞാനതല്ലേ നിൻ്റെ പുറകിന് കിടക്കുന്നേ, ബാ നമുക്ക് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ നിനക്ക് വയ്യ, നീ നേരത്തെ ക്ലാസ്സൊക്കെ ഉള്ളപ്പോൾ പറഞ്ഞു നമുക്ക് അവധിയാകുമ്പം വീഡിയോ എടുക്കാമെന്ന്. അവധിയാകുമ്പോൾ ഞാൻ വിളിക്കും, പറയാം ഇപ്പോൾ ഒരു മൂഡില്ല, പിന്നാവട്ടെ വൈകിട്ടാവട്ടെ നാളെ ആവട്ടെ എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് ഇന്നിപ്പം ഞാൻ നീ അറിയാതെ വീഡിയോ എടുക്കാൻ വേണ്ടി. മുത്തശ്ശിയെ വെട്ടത്തെയും കൊണ്ടുപോവാ. മുത്തശ്ശി അതെല്ലാം വെട്ടി തരും, ഷെയ്പ്പാക്കി തരും. ഉരുണ്ട് വീടല്ലേ, എനിക്ക് പിന്നെ പേടിയാവുമോ? മരം പൊട്ടുമെന്നല്ല പറഞ്ഞ, നിനക്കാ തെന്നി എങ്ങനെ താഴോട്ട് വീഴല്ലെന്ന് പറഞ്ഞാ. വീണാൽ എൻ്റെ അവിടെ മുള്ളുണ്ട്, അതാ പ്രശ്നം. ആണ്ട് താഴെ തൊട്ടാവാടി മുള്ളുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. ഞാനേ അന്നേരം ഇങ്ങോട്ട് വന്നാൽ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ അപ്പം നോക്കിയപ്പോൾ പശു ഇവിടെ നിൽക്കുന്നു. എന്നാൽ പിന്നെ പശുവിനെയും കൂടെ അങ്ങ് കൊണ്ടുപോയേക്കാന്ന് വിചാരിച്ചു. വീഡിയോ സന്ദേശിച്ചില്ല മാവയ്യവിടൊക്കെ തിന്ന് തീർക്കാൻ തോന്നല്ലേ. പിന്നെ വരാനായപ്പോഴാ ഒരു അഴിക്കാനാവുമ്പോഴാ അതിന് തീറ്റി.
അതെ ഈ തണുപ്പത്ത് തിന്നുന്ന ഇഷ്ടം. ആ 6:15 സിപ്പപ്പോ കൊണ്ടുവാ.